ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള 2025 തിരുവനന്തപുരത്ത് തുടക്കം. മീഡിയ ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് മേള നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷെയ്ഖ് പങ്കെടുത്തു. മാധ്യമപ്രവർത്തകരായ കരൺ ഥാപ്പർ, രാജ്ദീപ് സർദേശായി എന്നിവരെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ആഫ്രിക്കൻ മാധ്യമപ്രവർത്തകയായ മറിയം ഔഡ്രോഗോയും പുരസ്കാരം ഏറ്റുവാങ്ങി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേള തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, മാനവീയം വീഥി എന്നിവിടങ്ങളിലാണ് സംഘടിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തനം വെല്ലുവിളി നേരിടുന്ന കാലത്ത് ഇത്തരം വേദികൾ ചെറുത്തുനിൽപ്പിന്റെ ആശയം ഉയർത്തിപ്പിടിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമരംഗമാകെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണ്. ഭരണ സംവിധാനത്തിനെതിരെ ഉയരുന്ന എതിർപ്പിന്റെയും വിമർശനങ്ങളുടെയും സ്വരങ്ങളെ കയ്യൂക്കിന്റെ ഭാഷയിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് കാണാൻ നമുക്ക് കഴിയുക. തെറ്റായ ഭരണനയങ്ങളെ വിമർശിക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും രാജ്യദ്രോഹമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു.